ഞാൻ മൈസൂർ പാലസിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ആ ഗേറ്റിന് മുമ്പിൽ തന്നെ ഇതുപോലത്തെ ഒരു ബസ് കണ്ടായിരുന്നു. കാഴ്ചകളിലേക്ക് കൊണ്ടുപോകുന്ന AC ബസ്സാണ്. റൂഫില്ലാത്തതാണ്. പക്ഷേ ചോദിച്ചപ്പോൾ മിനിമം 10 പേരെങ്കിലും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ തൽക്കാലം ആ പരിപാടി നടക്കില്ല എന്ന് അറിയാമായിരുന്നുകൊണ്ട് ഞാൻ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. ബസ് സ്റ്റോപ്പിൽ നിന്നും മൈസൂർക്കുള്ള ബസ് കിട്ടുമെന്ന് എനിക്കറിയാം. മൈസൂർക്ക് ചാമുണ്ഡി ഹിൽസിലേക്കുള്ള ബസ് കിട്ടുമെന്ന് എനിക്കറിയാം. അങ്ങനെ ഞാനൊരു ബസ് കയറി ചാമുണ്ഡി ഹിൽസിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ദേവി ചാമുണ്ഡിയുടെ പേരിലുള്ള ക്ഷേത്രമാണ് ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഞാനങ്ങനെ ആ ക്ഷേത്രത്തിന് നേരെ നടക്കുമ്പോൾ മുമ്പിൽ ഇതുപോലൊരു പ്രതിമ, ഇത് മഹിഷാസുരൻ്റെ പ്രതിമയാണ്. അപ്പം അതെല്ലാം കണ്ട് ഞാൻ വീണ്ടും നേരെ ക്ഷേത്രത്തിന് നേരെ നടക്കുമ്പോൾ അത്യാവശ്യം നേരെ തിരക്കുണ്ട്. ഉച്ചയ്ക്ക് ഏകദേശം 1:30 മണിയായിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് അമ്പലത്തിലേക്ക്. ഏതായാലും ക്ഷേത്രം കാണുന്നതിന് വേണ്ടി ഞാൻ ക്ഷേത്രത്തിൻ്റെ മുമ്പിലേക്ക് നടക്കുകയാണ്. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3489 അടി ഉയരത്തിലാണ് ഈ ഒരു ക്ഷേത്രമുള്ളത്. 13 കിലോമീറ്ററാണ് മൈസൂരിൽ നിന്നും ഈ ചാമുണ്ഡി ഹിൽസിലേക്ക്, ഈ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞത്. അത് മഹിഷാസുര നിഗ്രഹത്തിന് ശേഷം മഹിഷാസുരമർദിനി എന്നറിയപ്പെടുന്ന ചാമുണ്ഡേശ്വരി ദേവിയുടെ പേരിലുള്ള ക്ഷേത്രമാണ്. അതുപോലെ തന്നെ വോഡയാർ രാജവംശത്തിൻ്റെ ഒരു കുലദൈവമാണ് ചാമുണ്ഡി ദേവി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന ഒരു ഗോപുരം കൃഷ്ണരാജ വോഡയാർ മൂന്നാമൻ സ്വർണ്ണ പിനീലിൽ കൊണ്ട് നിർമ്മിച്ചാണ് എന്നാണ് പറയപ്പെടുന്നത്. അതുമാത്രമല്ല, അദ്ദേഹത്തിന് 3 പത്നിമാരുണ്ടായിരുന്നു. അവരുടെ 3 പേരുടെയും പ്രതിമകൾ അവിടെ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ഞാനേതായാലും അമ്പലത്തിൻ്റെ മുമ്പിലേക്ക് എത്തി. അവിടുത്തെ കാഴ്ചകൾ കാര്യമായിട്ടൊന്നുമില്ല. ഒരു നല്ല തിരക്കുണ്ട്. ഞാൻ അവിടുന്ന് പെട്ടെന്ന് തന്നെ അകത്ത് കയറാൻ പറ്റില്ല എന്ന് മനസ്സിലാവിടെ പെട്ടെന്ന് തന്നെ തിരിച്ച് വന്നപ്പോഴത്തേക്കും ഒരു AC ബസ്സാണ് എനിക്ക് കിട്ടിയത്. ഇപ്പോഴാണ് ഞാൻ സൈഡിലിരുന്നുകൊണ്ട് ആദ്യമൊന്നും ആ പോകുന്ന വഴിയുടെ ഒരു ചിത്രം എനിക്ക് കിട്ടിയിരുന്നില്ല. ഇപ്പോൾ ഈ ബസ്സിലേക്ക് വന്നപ്പോഴത്തേക്കുമാണ് എനിക്ക് അത്യാവശ്യം ഈ കാഴ്ചകളൊന്ന് പകർത്താനുള്ള ഒരു സാഹചര്യം കിട്ടിയത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എവിടെയോ ഒരു വീഡിയോയിലോ മറ്റോ ഈ ചാമുണ്ഡി ഹിൽസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് ഈ മൈസൂരിൻ്റെ വളരെ മനോഹരമായിട്ടുള്ളൊരു ഏരിയൽ വ്യൂ ഈ ചാമുണ്ഡി ഹിൽസിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ കൃത്യമായിട്ട് എനിക്ക് അറിയാൻ പാടുന്നില്ല. അതുപോലെ തിരിച്ചു പോകുന്നതിന് കുറച്ച് ധൃതിയും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ വേഗം അവിടുന്ന് വലിയ കാര്യമായിട്ട് അവിടെ നിന്നില്ല. ഒരു 5-6 മിനിറ്റിനകം ഞാൻ തിരിച്ചു പോരുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ ആ റോഡിൻ്റെ സൈഡിലുള്ള കാഴ്ചകളാണ്. 2 സൈഡിലും, ഒരു സൈഡ് മുഴുവൻ മലയാണ്, മറ്റേ സൈഡിൽ താഴ്വാരം. ഞാൻ ഇതുപോലെ ഒരു കാഴ്ചയ്ക്കാണ് ഞാൻ നോക്കിയിരുന്നത്. ആ മൈസൂർ നഗരത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ദൂരക്കാഴ്ച. ഒരു അങ്ങകലെ ഒരു പൊട്ടുകൾ പോലെ, അല്ലെങ്കിൽ പെട്ടികൾ അടുക്കി വച്ചിരിക്കുന്ന പോലെ കാണുന്ന ആ കെട്ടിടങ്ങളുടെ ഒക്കെ കാഴ്ചകൾ വളരെ മനോഹരമാണ്. അങ്ങനെ ഈ കാഴ്ചകൾ ഞാൻ ഓരോന്നായിട്ട് പകർത്തിക്കൊണ്ടിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു,
കൃഷ്ണരാജ വോഡയാർ 1827 ആണ് ഇവിടുത്തെ ഉത്സവങ്ങൾക്കും ഘോഷയാത്രകൾക്കുമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയും 1843 സിംഹവാഹനെ സമ്മാനിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നാരായണസ്വാമിക്കും മഹേബലേശ്വരയ്ക്കും സമർപ്പിച്ചിരിക്കുന്ന 2 ക്ഷേത്രങ്ങളും കൂടെ അവിടെ ഉണ്ട്. പക്ഷേ എനിക്കത് കാണുന്നതിന് സമയപരിമിതി പോലും സാധിച്ചിരുന്നില്ല. ഈ മഹാബലേശ്വര ക്ഷേത്രം നിർമ്മിച്ചത് 1128 വിഷ്ണുവർദ്ധന രാജാവാണ് എന്നൊരു വാദമുണ്ട്. പക്ഷേ ഹൊയ്സാല ഭരണം ആരംഭിക്കുന്നതിന് മുമ്പാണ് അങ്ങനെയൊരു പ്രബലമായിട്ടുള്ളൊരു വാദം കൂടെയുണ്ട്. അതേപോലെ തന്നെ ഭീമാകാരമായിട്ടുള്ള നന്ദി, ഇന്ത്യയിലെ ഏറ്റവും വലിയ നന്ദി പ്രതിമ ഇവിടെയാണ്. ഇത് ഏകദേശം മുൻവശത്ത് 16 അടി ഉയരവും 25 അടി നീളവുമുള്ള നന്ദിയാണ്. അങ്ങനെ ഞാൻ ഏതായാലും അവിടുന്ന് ബസ് സ്റ്റാൻഡിലെത്തി. എനിക്കൊരു സുൽത്താൻ ബത്തേരിക്കുള്ള കോഴിക്കോടിനുള്ള ബസ് കിട്ടി. തിരിച്ച് ഞാൻ മൈസൂരിൽ നിന്ന് തിരിച്ച് പോരുകയാണ്. ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് സ്വല്പം സമയപരിമിതികളുള്ളതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു 3 മണിയോടുകൂടി എനിക്ക് വന്നപ്പോൾ സ്റ്റാൻഡിലേക്ക് എത്തിയപ്പോഴേക്കും ഒരു ബസ് കിട്ടി. അപ്പോൾ ആ മൈസൂർക്ക് പോകുന്ന വഴിയിലുള്ള ഞാനിരിക്കുന്ന സൈഡിലെ കുറേ കാഴ്ചകളാണ്. വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ്. കൃഷിസ്ഥലങ്ങളുടെയും അതിനെ അതിരിടുന്ന പശ്ചിമഘട്ട മലനിരകളുടെയൊക്കെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞാൻ ഇരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ തെങ്ങും തോപ്പുകളുണ്ട്. അതേപോലെ തന്നെ സൂര്യകാന്തി, അതേപോലെ വേറെ എന്തൊക്കെയോ കർണാടകത്തിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന കുറേ വിളവുകളുടെ പാടങ്ങൾ ഒക്കെ കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഏകദേശം നല്ല ദൂരത്തിലാണ് ആ മലനിരകളുടെ കാഴ്ചകൾ വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഗുണ്ടൽപേട്ട് എന്ന് പറഞ്ഞ സ്ഥലം എത്താറായിട്ടുണ്ട്. ഇപ്പോൾ ഗുണ്ടൽപേട്ട് നമ്മുടെ അരിക്ക് പ്രശസ്തമാണ് എന്ന് മാത്രമല്ല, നമ്മുടെ വടിയരികൾ ഏകദേശം ഒരു 90% ഗുണ്ടൽപേട്ടിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ കുറേ അതുകൊണ്ട് തന്നെ നെൽകൃഷി ചെയ്യുന്ന വയലുകളും ഉണ്ട്. പക്ഷേ ഒന്നും നമ്മുടെ കേരളത്തിലെ പോലെ പാടങ്ങളല്ല. കേരളത്തിൽ മാലി എന്ന് വിളിക്കുന്ന, നമ്മുടെ ഇവിടെ മാലി എന്നാണ് പറഞ്ഞത്, കരപ്രദേശങ്ങളാണ്. വെള്ളം വേറെ എവിടുന്നെങ്കിലും മിക്കവാറും ഇവിടെ കൃഷ്ണാർജുന സാഗർ അണക്കെട്ടിൽ നിന്നായിരിക്കും കൊണ്ടുവന്ന് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇതധികവും. ഇത് നമ്മൾ തമിഴ്നാട്ടിൽ പോയാലും കർണാടകത്തിൽ പോയാലും കാഴ്ചകൾ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ കർണാടകത്തിലെ കാഴ്ചകൾക്ക് തമിഴ്നാട്ടിലെ കാഴ്ചകളിൽ നിന്ന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് ശരിക്കും ഞാൻ എന്തോരം ആലോചിച്ചിട്ട് മനസ്സിലാവില്ല. കുറച്ചുകൂടി ഒരു പക്ഷേ വടക്കോട്ട് പോകുന്ന നമ്മുടെ തമിഴ്നാടൊക്കെ നമ്മൾ പോവുകയാണെങ്കിലും നമുക്ക് ഏകദേശം നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒരു കാഴ്ചകൾ ആണ് ഈ കൃഷി സ്ഥലങ്ങളുടേത്. പക്ഷേ ഇച്ചിരി സ്വല്പം ഒരു വ്യത്യസ്തത കർണാടകത്തിൽ എത്തുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് പോയാലും ഏതാണ്ട് ഇതേ രീതിയിലൊക്കെയുള്ള കൃഷി സ്ഥലങ്ങളാണ്. അതേപോലെ തന്നെ കരിമ്പിൻ്റെ കൃഷിയുണ്ട് ഇവിടെ. അതേപോലെ വാഴ കൃഷി, അതുപോലെ കുറേ കാഴ്ചകൾ ഉണ്ട്.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത് നാഷണൽ ഹൈവേ 766 അപ്പോൾ പോകുന്ന ആ വഴിക്ക് കുറേ അധികം ചെറിയ ചെറിയ ഷെഡുകൾ പണി തീർത്തതുണ്ട്, പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള വ്യവസായ യൂണിറ്റുകളായിട്ട് ഒരുപക്ഷെ മാറാം. അത് വളരെ ചില കൃഷിസ്ഥലങ്ങളുടെ കാഴ്ച വളരെ മനോഹരമാണ്. എല്ലാം അടുത്ത വിളയ്ക്കായിട്ട് എല്ലാം ഒരുക്കിയിട്ടിരിക്കുന്ന സ്ഥലങ്ങൾ, അതേപോലെ തന്നെ വളരെ ആ പച്ചപ്പ് കലർന്ന ആ ഒരു കാഴ്ചകൾ, അതിൻ്റെ പശ്ചാത്തലത്തിൽ പശ്ചിമഘട്ട മലനിരകളുടെയും കൂടെ കാഴ്ചകൾ മനോഹരമാണ്. അപ്പം ഞാനിതെല്ലാം കണ്ട് അതെല്ലാം ക്യാമറയിൽ ദൃശ്യങ്ങൾ കുറേ പകർത്തി. തെങ്ങിൻതോപ്പിൻ്റെയൊക്കെ കാഴ്ചകൾ വളരെ മനോഹരമാണ്. ഞാനിതെല്ലാം കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്.